നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ മേലെ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഇന്ന് സംസാരിക്കാനുള്ള വാക്കുകളെ തരണം. കർത്താവെ, ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലെ പരിവർത്തനം ചെയ്യണം, മാറ്റങ്ങളുണ്ടാകണം. ശ്രോതാക്കൾക്ക് അനുഗ്രഹപ്രദമായി ആത്മനിറവിലത് ഗ്രഹിക്കാനും ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്താനും ആത്മീയമായ തലത്തിൽ മുന്നേറുവാനും ഒക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഗലാത്യാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ 6 മുതൽ നമ്മൾ ധ്യാനിക്കാം. 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് 6-ാം അധ്യായത്തിലുള്ളത്. സമയമനുസരിച്ച് നമുക്ക് 18 വരെയും ധ്യാനിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 6-ാമത്തെ വാക്യം: വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം. ആത്മീയ തലത്തിൽ അധ്യാപകരായി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് അങ്ങനെ അവരെ സഹായിക്കേണ്ടതാണ്. അങ്ങനെ അവരോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കുവാനായിട്ട് സാധിക്കും. കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് ഇത് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 11 കൊറിന്ത്യക്കാരോട് പൗലോസ് ചോദിക്കുകയാണ്: ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നത് അധികപ്പറ്റാണോ? ആത്മീയമായ ഒത്തിരി കാര്യങ്ങൾ നൽകിയതിന് ശേഷമാണ് ഭൗതികമായ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് തരുന്നത്. അത് വലിയ കാര്യമൊന്നുമല്ലല്ലോ, അധികപ്പറ്റൊന്നുമല്ലല്ലോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. റോമാലേഖനം 15-ന്റെ 26-27 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ജെറുസലേമിലെ വിശുദ്ധരിൽ നിർധനരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്കദോനിയായാലും അക്കായിയായാലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അതിനുള്ള കടപ്പാടുണ്ട്. എന്തെന്നാൽ അവരുടെ ആത്മീയ അനുഗ്രഹങ്ങളിൽ പങ്കുകാരായ വിജാതിയർ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതാണ്. നമുക്ക് പരസ്പരം സഹായങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പരഗുണകാംക്ഷ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള കടമ നമുക്കുണ്ട്. മോശ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് അടിമകളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. നിയമാവർത്തനം 15-ന്റെ 12, 13, 14 വാക്യങ്ങൾ: നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ 6 വർഷം സേവിക്കുകയും ചെയ്താൽ 7-ാം വർഷം നീ ആ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകണം. സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്ക് അനുസരിച്ച് നീ അവന് കൊടുക്കണം. സഭാപ്രസംഗൻ നമ്മളോട് പറയുന്നത് വിവേകപൂർവ്വം പ്രവർത്തിക്കാനാണ്. സഭാപ്രസംഗൻ 11-ന്റെ 1 പറയുന്നു: അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക, പല നാളുകൾക്ക് ശേഷം അത് നിനക്ക് തിരിച്ചു കിട്ടും, അത് നീ കണ്ടെത്തും.
യേശു കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നത് മത്തായി 5:42 ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞ് മാറരുത്. പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത് 1 തിമോത്തിയോസ് 6:18 സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. ഹെബ്രായ ലേഖനം 13:16 പറയുന്നു, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വിചാരിക്കരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ബലിയായിട്ടാണ് കണക്കാക്കുന്നത്. നന്മ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത് ബലിയായിട്ട് കണക്കാക്കും. അത് കർത്താവിന്, ദൈവത്തിന് പ്രീതികരമാണ്. നിയമാവർത്തനം 15:7 നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. 7-ാം വാക്യത്തിൽ കടക്കുകയാണ്. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നതു തന്നെ കൊയ്യും. നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. 1 കൊരിന്ത്യർ 6:9 അനീതി പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങളറിയുന്നുവല്ലോ. നിങ്ങൾ വഞ്ചിതരാകരുത്. അസാന്മാർഗികളും വിഗ്രഹാരാധകരും അത്യാഗ്രഹികളും മദ്യപാന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. ആരൊക്കെയാണ് ദൈവരാജ്യം അവകാശമാക്കാത്തതെന്ന് ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ അതിൽ ഉൾപ്പെട്ട് പോകരുത്. നമ്മൾ വഞ്ചിതരാകരുത്. ജോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. അതാണ്, അങ്ങനെ കൊയ്യുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. സുഭാഷിതങ്ങൾ 16:28 പറയുന്നു, വികടബുദ്ധി കലഹം പരത്തുന്നു, ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിച്ചിരിക്കുന്നു. നമ്മളെന്താ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ കൊയ്ത്ത്, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ചത്, അതിനെക്കുറിച്ച് ഹോശിയ 8:7 ഇങ്ങനെ പറയുന്നു, അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധാന്യം നൽകുകയില്ല, നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. നമ്മൾ കാറ്റ് വിതച്ചാൽ കൊയ്യാൻ പോകുന്നത് കൊടുങ്കാറ്റാണ്. നമ്മുടെയൊക്കെ ഫലവും ഉണ്ടാകത്തില്ല. അഥവാ അല്പം ഫലം ഉണ്ടായാൽ അതിൻ്റെ ഫലം മറ്റുള്ളവരങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കണം. പാപത്തിൻ്റെ കൊയ്ത്ത്, അതിനെക്കുറിച്ച് ബൈബിള് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 17:10-11 വാക്യങ്ങളിൽ, നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും, അന്യദേവന്മാർക്ക് വേണ്ടി തണ്ടുകുത്തുകയും നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിൻ്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിൻ്റെ വിളവ് നശിച്ചു പോകും. കാര്യം അന്യദേവന്മാർക്ക് വേണ്ടിയാണ് നിങ്ങളിതൊക്കെ ചെയ്തത്. ഫലം ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതെല്ലാം നശിച്ചു പോകും. ജെറമ്യ പ്രവാചകൻ പറയുന്നു 12-ാം അധ്യായം 13-ാം വാക്യം, അവർ ധാന്യം വിതച്ചു, മുള്ള കൊയ്തു, കഠിനാധ്വാനം ചെയ്തു,
ഫലമൊന്നും ഉണ്ടായില്ല. കർത്താവിൻ്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജ്ജിക്കും. പാപം ചെയ്യുന്നതിൻ്റെ ഫലങ്ങളായി പറയുന്നത്. അവരങ്ങ് കഠിനാധ്വാനം ചെയ്യുക, വിളവെടുക്കുമ്പോൾ ലജ്ജിക്കേണ്ടി വരും. ഉഗ്രകോപം കർത്താവിൻ്റേത് അവർക്കുണ്ടാകും. ഇതാണ് അതിൻ്റെ കാരണം. ആത്മീയമായ വിധയുണ്ട്. അതിനെക്കുറിച്ചും ബൈബിൾ നമ്മളോട് പറഞ്ഞു തരുന്നു. സങ്കീർത്തനം 126 5 6 കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. വിതയ്ക്കാൻ പോയപ്പോൾ സങ്കടത്തോടു കൂടിയാണ് പോയത്. പക്ഷെ കൊയ്തെടുക്കുമ്പോൾ വലിയ ആഹ്ലാദത്തോടു കൂടി വരും. ആത്മീയമായ തലത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ആ പറഞ്ഞത്, പാപം ചെയ്യുന്നതിൻ്റെ അല്ല. നമുക്ക് 8-ാം വാക്യത്തിലോട്ട് കിടക്കാം. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതാണ് 8-ാം വാക്യം. ഈ വാക്യം 5-ാം അധ്യായത്തിലെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണെന്ന് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ നിത്യജീവനാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ സാധാരണ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ള വാക്കാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടുതലായിട്ടും നിത്യജീവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ദൈവരാജ്യം അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ജഡം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അതാണ് ജഡം, ജഡത്തിനായി വിതയ്ക്കുന്നവൻ എന്നൊക്കെ പറയുന്നത്, ജഡിക സ്വഭാവം. റോമർ 7:18 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നന്മ ഇച്ഛിച്ചാലും അത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. റോമർ 8:8 പൗലോസ് എഴുതിയിരിക്കുന്നു: ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ പോരാ. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. റോമർ 8:13 പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. ജഡികമായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. നമ്മൾ 90-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിൻ്റെ കാര്യമല്ല, ആത്മീയമായി മരിക്കുന്നതിൻ്റെ കാര്യമാണ്. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും, നിത്യജീവന് പ്രാപ്തരാകും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. 1 യോഹന്നാൻ 2:16 യോഹന്നാൻ എഴുതുന്നു: ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത ദൈവത്തിൻ്റേതല്ല, അത് ഈ ലോകത്തിൻ്റേതാണ്. ആത്മാവിൽ നിന്ന് നമ്മൾ നിത്യജീവനാണ് കൊയ്തെടുക്കുന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ആ ജീവൻ നിത്യമാണെന്നർത്ഥം, കുറേ കാലത്തേക്കല്ല. നിത്യമായ ജീവിതമാണത്, ജീവൻ ആണത്. ദാനിയേലിൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ: ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായിട്ടും.
ജ്ഞാനികൾ ആകാശവിധാനത്തിൽ പ്രഭ പോലെ ശോഭിക്കും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നും പ്രശോഭിക്കും. നിത്യജീവനെക്കുറിച്ച് അന്നേ അറിവുണ്ട്, ദാനിയേൽ എഴുതിയിട്ടുണ്ട്. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കും. ഇതാണ് എൻ്റെ പ്രതിഫലം. എല്ലാവരും മങ്ങിപ്പോകത്തില്ല. അവരുടെ ജീവൻ നിത്യമാണ്. അവർ നക്ഷത്രങ്ങളെ പോലെയാണ് പ്രശോഭിക്കുന്നത്. മത്തായി 25:46 മത്തായി ചുരുക്കി ഒറ്റ വാക്കി പറയുന്നു, നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. നിത്യജീവൻ എങ്ങനെ നിലനിർത്താം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 29 മുതൽ 30 വരെ പത്രോസ് പറയുകയാണ്, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. വീടിനെ ത്യജിക്കണം, മാതാപിതാക്കളെ വിട്ടുകളയണം, സന്താനങ്ങളെ എല്ലാം ഉപേക്ഷിച്ചാൽ ഇക്കാലത്ത് തന്നെ അനേകം മടങ്ങ് ലഭിക്കും. വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും ലഭിക്കും. അതാണല്ലോ നല്ലത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്വയത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം തന്നെ 12-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. ഈ ലോകത്തിൽ നമ്മുടെ ജീവനല്ല പ്രാധാന്യം. അതിനെ ദ്വേഷിച്ചാൽ അത് നിത്യജീവന് വേണ്ടി നമുക്ക് ലാഭകരമായിരിക്കും. വേറൊന്ന്, നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. യേശുക്രിസ്തുവിനെയും പിതാവിനെയും അറിയണമെന്ന് ചുരുക്കം. യോഹന്നാൻ സുവിശേഷം 17:8 പറയുന്നു, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എന്താണ് ഈ നിത്യജീവൻ? നിത്യമായ ജീവനാണ്. അവിടെ വെച്ചാണ് പിതാവായ ദൈവം, യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ് നമ്മൾ അറിയുന്ന സമയമാണ്. ഇവിടെ വെച്ച് നമ്മുടെ അറിവെന്ന് പറയുന്നത് പരിമിതിയുള്ളതാണ്. അല്പസ്വല്പം കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. വിശ്വസിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരം ബലി അർപ്പിച്ചവനാണ്. അവനിൽ നമ്മളെ വിശ്വസിക്കണം, രക്ഷകനായിട്ട് ഏറ്റുപറയണം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ അറിവിൻ്റെ ഒരു പൂർണ്ണത വരുന്നത് സ്വർഗത്തിൽ നിത്യജീവൻ പ്രാപിച്ചു കഴിയുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്കതിന് വ്യക്തതയില്ല, മനസ്സിലാകുന്നില്ല. പൂർണ്ണമായിട്ടും അറിയുന്നത് ഈ നിത്യജീവൻ ആകുമ്പോഴാണ്, പ്രാപിക്കുമ്പോഴാണ്. അഞ്ചാമതൊരു കാര്യം, നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മളിത് നിലനിർത്തുന്നത്.
റോമർ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആ വിശ്വാസം വളരെ പ്രധാനമാണ്. എന്തെങ്കിലും ഒന്ന് അറിയുക എന്നുള്ളതല്ല. യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ, അത് വിശ്വസിച്ച് വായി കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. അവൻ മരിച്ച് ഇല്ലാതായി പോയില്ല, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗരാജ്യത്തിലേക്ക് പോയി, അവൻ വീണ്ടും വരും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. 6-ാമത്തെ കാര്യം, നമുക്ക് ആത്മീയമായ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. വെളിപാട് 22:14 എഴുതിയിരിക്കുന്നു, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിപ്പാനും കവാടങ്ങളിലൂടെ നഗരങ്ങളിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. ശുദ്ധീകരിച്ചങ്ങിരിക്കണം, ചെളിയാക്കരുത്. അങ്കി കഴുകി ശുദ്ധീകരിച്ചിരിക്കണം, അവരാണ് ഭാഗ്യവാന്മാർ. 7-ാമതൊരു കാര്യം നമ്മൾ അറിയണം, ഈ രക്ഷ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പ്രാപിക്കാനാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. 1 തിമോഥെയോസ് 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. കുറച്ച് പേരെ മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹം അതാണ്, എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവരും സത്യം അറിയണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ വേലയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാവരും സത്യം അറിയണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. ഇത് വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണോ? സൗജന്യമാണ്. അതും നമ്മൾ അറിയണം. 8-ാമത്തെ പോയിൻ്റ്, രക്ഷ സൗജന്യമാണ്. റോമർ 3:24 അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് സൗജന്യമായിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ആണ്, അവരാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അത് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്, പണമൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല. അടുത്തൊരു കാര്യം, രക്ഷ എന്ന് പറയുന്നത് അത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സങ്കീർത്തനം 91:16 പറയുന്നു, ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും, എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം ദാവീദ് പറഞ്ഞിരിക്കുക, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. റോമർ 6:23 ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. 11-ാമത് ഒരു കാര്യം അറിയാനുള്ളത്, ഈ നിത്യജീവനിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് യോഗ്യരായി അങ്ങനെ ആയിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യോഹന്നാൻ 5:24 എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. അതാണ് എൻ്റെ പ്രധാന സംഗതി. നമ്മളെ ഈ നിത്യജീവനിലേക്ക് യോഗ്യരാക്കി കഴിഞ്ഞു വിശ്വസിച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മളൊരു മനസ്സിലാക്കണം, ചിലർ വിചാരിക്കും ആ ശിക്ഷ അതിൻ്റെ ഒരു കുറച്ച് നമ്മൾ പിന്നെയും അനുഭവിക്കണം എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പാപം ചെയ്തതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണമല്ലോ എന്ന്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ യേശു കർത്താവിൻ്റെ സ്വന്തം ശരീരത്തിൽ നമുക്ക് പകരമായിട്ട് അനുഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് പിന്നെ ഒരു ശിക്ഷയുണ്ട് എന്നൊന്നും വിചാരിക്കരുത്. ശിക്ഷാവിധി ഇല്ല. നീതീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, കടങ്ങളെ മായ്ച്ചു കളയുന്നു, കടച്ചിട്ട് കീറിക്കളയുന്നു. പിന്നെയും അങ്ങ് ശിക്ഷയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്നതും തെറ്റായ ആശയമാണ്. കർത്താവായ യേശു അവൻ്റെ പീഡാനുഭവത്താൽ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു, അവൻ എൻ്റെ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ശിക്ഷയിൽ നിന്ന് വിടുതൽ. ഇനി 9-ാമത്തെ വാക്യത്തിലോട്ട് കയറുകയാണ്.
നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവ് എടുക്കാം. നമുക്ക് മടുപ്പ് തോന്നരുത്. നന്മ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്. സ്ഥിരതയുണ്ടായിരിക്കണം. രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരതയാണ് ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ ജീവിതം, പൗലോസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 20:24 പറയുന്നു, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ജീവന് ഞാൻ വലിയ വിലയായിട്ടൊന്നും കൽപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ ദൗത്യം ഞാൻ പൂർണ്ണമായിട്ട് നിർവഹിക്കുകയാണ്. അത് പൂർത്തിയാക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കഷ്ടം സഹിക്കുന്നതിലും നമുക്കൊരു സ്ഥിരതയുണ്ടായിരിക്കണം. മർക്കോസിൻ്റെ 13:13 പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കഷ്ടതകൾ വരും കർത്താവിനെ പ്രതി, ആ കാര്യമാണ്. കർത്താവിനെ പ്രതി കഷ്ടതകൾ വരും. അത് നമ്മൾ അവസാനം വരെ സഹിച്ചു നിൽക്കണം. ലക്ഷ്യം നേടുന്നത് വരെ സ്ഥിരതയോടെ നീങ്ങണം. ലൂക്കോസിൻ്റെ സുവിശേഷം 9:62 പറയുന്നു, യേശു കർത്താവ് പറയുകയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. വീണ്ടും പിന്നെ ഒന്ന് പുറമോട്ട് നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. ലോകത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി പോയ സംഭവം നമുക്കറിയാം. അടുത്തൊരു കാര്യം, നമുക്ക് ഇരുമനസ്സ് ഉണ്ടാകാൻ പാടില്ല. ലൂക്കോസിൻ്റെ 16:13 പറയുന്നു, ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ചഞ്ചല ഹൃദയരായിരിക്കരുത്. യാക്കോബ് 1:7-8 പറയുന്നു, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കും എന്ന് കരുതരുത്. ചഞ്ചല ഹൃദയമാണ് പാടില്ല. കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിക്കരുത്. 1 രാജാക്കന്മാർ 18:20-21 പഴയ നിയമത്തിൽ നിന്നാണ്. ആഹാബ് രാജാവ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ പ്രവാചകൻ വന്നു. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വിൽക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ സേവിക്കുവീൻ, അവിടുത്തെ അനുഗമിക്കുവീൻ. ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവീൻ. ജനമൊന്നും മറുപടി പറഞ്ഞില്ല. ബാലിനെ സേവിക്കുന്നു, യഹോവയെ സേവിക്കുന്നു, അങ്ങനൊരു പരിപാടി നടക്കത്തേയില്ല. ഇന്ന് നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അവിടെയും പോകും, ഇവിടെയും പോകും. ഇവിടെ യേശു കർത്താവ്, അപ്പുറത്ത് വേറൊരാൾ, അവിടെയും പോയി പ്രാർത്ഥിക്കും. 2 വഞ്ചിയിൽ കാൽ വെക്കുന്നതിൽ കാര്യമില്ല, അപകടമുണ്ട് എന്നിവിടെ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 12:30 പറയുന്നു, എന്നോടുകൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളി ആണ്. കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടിയൊക്കെ ആണല്ലോ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ സമാധാനപ്പെട്ടിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ എതിരാളിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. വിശ്വസ്തരായിരിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടും. വിനീതദാസന്മാർക്ക് മത്തായി 10:42, ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 2, വിശ്വസ്ത ഗ്രഹവിചാരകന്മാർക്ക് മത്തായി 25:24 പറയുകയാണ്, യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. യേശു പറഞ്ഞ ഉപമയാണ്. അവിടെ
വിശ്വസ്തനായിട്ട് പ്രവർത്തിച്ച മനുഷ്യൻ. യേശു വിളിക്കുന്നത് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ നിയമിക്കുകയാണ്. ഔദാര്യ മനസ്കരുണ്ട്, അവർക്ക് കിട്ടുന്നത്. ലൂക്കോസ് 6:35, എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും അല്ല വേണ്ടത്. തിരിച്ചു കിട്ടത്തില്ല, അത് പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കണം, അവർക്ക് നന്മ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. പിതാവിൻ്റെ സ്വഭാവം മക്കൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അത്യുന്നതൻ്റെ പുത്രൻ എന്ന് നിങ്ങൾ അങ്ങനെ വിളിക്കപ്പെടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നന്മ പ്രവർത്തിക്കുന്നവർക്ക് റോമർ 2:10, നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. നന്മ പ്രവർത്തിക്കുക. ചിലർ പറയും എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. നന്മ പ്രവർത്തിക്കുന്നവർക്ക് യഹൂദനാകട്ടെ ഗ്രീക്കുകാരനാകട്ടെ അവരുടെ ജീവിതത്തിൽ മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. ദാസന്മാർക്ക് കിട്ടുന്ന പ്രതിഫലം കൊളോസോസ് 3:23-24 വാക്യങ്ങൾ, നിങ്ങളുടെ ജോലി എന്ത് തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവീൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഒരു സാബത്ത് വിശ്രമം ലഭിക്കും. ഹെബ്രായ ലേഖനം 4:9-10, ദൈവജനത്തിന് ഒരു ശാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവിടുത്തെ പോലെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനൊരു വിശ്രമം നമുക്ക് ലഭിക്കും എന്നുകൂടി നമ്മൾ അറിയണം. ഞാൻ 10ാമത്തെ വാക്യത്തിലോട്ട് പ്രവേശിക്കുകയാണ്. വാക്യം 10, ആകയാൽ നമുക്ക് അവസരം ലഭിച്ച് ഇരിക്കുന്നതനുസരിച്ച് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ പെട്ടവർക്ക് നന്മ ചെയ്യണം. കഷ്ടതകൾ സഹിച്ചാണേലും നന്മ ചെയ്യണം. എഫേസ്യസ് 3:13, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയ വ്യഥ അനുഭവിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം. പൗലോസ് പറയും, ഞാൻ കുറച്ച് പീഡകൾ സഹിക്കുന്നു, അതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഈ പീഡകളാണ് നിങ്ങളുടെ മഹത്വം. റോമ 8:18 പൗലോസ് എഴുതിയിരിക്കുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്നൊത്തിരി കഷ്ടത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്. ഇന്നത്തേത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് നമുക്ക് കൽപ്പന തന്നെയുണ്ട്. ആ കൽപ്പനകളനുസരിച്ച് നമുക്ക് സൽപ്രവൃത്തികളൊക്കെ ചെയ്യാം. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഈ സൽപ്രവൃത്തികളൊക്കെ ചെയ്യണം. മത്തായി 5:16, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മറ്റുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യണം. നമ്മുടെ ജീവിതം ധന്യമാക്കണം. അതിനും ഈ സൽപ്രവൃത്തി ആവശ്യമാണ്. 1 പ്രവൃത്തികൾ 6:18, സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് അനുകരിക്കുവാനൊരു മാതൃക തന്നെ നൽകണം. തീത്തോസ് 2:6-7 പറയുന്നു, പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, നീ എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക.
സംസാര രീതിയിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ പ്രവൃത്തി നല്ലതാണ്. ഹെബ്രായ ലേഖനം 10:24-25 സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരിശ്രമം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങളിൽ ഉപേക്ഷ വിചാരിക്കരുത്. മാത്രമല്ല, ആ ദിവസം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സഭായോഗങ്ങളിലൊക്കെ കൂടിയാൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രോത്സാഹനം, അവരുടെ സാന്നിധ്യം നമുക്കും പ്രോത്സാഹനം. അതുകൊണ്ട് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത് എന്ന ചുരുക്കം. നന്മ ചെയ്യുവാൻ ഉള്ള ആഹ്വാനമുണ്ട്. സങ്കീർത്തനം 34:14 തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവീൻ. ദാവീദ് നമുക്ക് ഉപദേശം നൽകുകയാണ്. നമ്മൾ സമാധാനം വേണ്ടേ? നമ്മൾ സൽപ്രവൃത്തികളിൽ ഉത്സുകരായിരിക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ വ്യക്തിപരമായ വേലകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഒന്നിച്ചുള്ള വേല ചെയ്യണം. എന്നാലും വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ചില ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് നിസ്സഹായരായവരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഉദാഹരണമാണ് മർക്കോസ് 2:3. ഒരു തളർവാദ രോഗിയെ 4 പേർ എടുത്തുകൊണ്ട് വന്ന് യേശുവിൻ്റെ അടുത്ത് എത്തിച്ചു. ഓടിളക്കിയാണ് യേശുവിൻ്റെ മുമ്പിലേക്കിട്ട് അവർ വെച്ചത് എന്ന് നമുക്കറിയാം. യേശു അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവനെ സുഖപ്പെടുത്തി അയക്കുകയും ചെയ്തു. നമുക്ക് സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ ആദായപ്പെടുത്തുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 1:41-42 വാക്യങ്ങൾ. അന്ത്രയോസിനെ യേശു നേരത്തെ കണ്ടു. അന്ത്രയോസ് എന്ത് ചെയ്തു? ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു പത്രോസിനെ നോക്കിയിട്ട് ശിമയോനെ നോക്കിയിട്ട് പറയുക, നീ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. കണ്ടോ, സഹോദരനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചു. മറ്റ് സുവിശേഷ വേലക്കാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 11:25-26 പൗലോസ് മനസാന്തരപ്പെട്ടതിന് ശേഷം താർസോസിലേക്ക് അങ്ങ് പോയി അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ബാർണബാസ് പൗലോസിനെ തിരക്കി താർസോസിലേക്ക് ചെന്ന് അവിടെ വെച്ച് കണ്ടുപിടിച്ച് പൗലോസിനെ അന്ത്യോഖ്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ രണ്ടുപേരും ഒന്നിച്ച് 1 വർഷം അവിടെ പ്രവർത്തിച്ചു. ഏതാണ്ട് അന്ത്യോഖ്യ ഒരു തലസ്ഥാനം പോലെ, പൗലോസിൻ്റെ പ്രവർത്തനത്തിന് തലസ്ഥാനം പോലെ ആയിത്തീർന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതിന് ഇങ്ങോട്ട് പൗലോസിനെ വിളിച്ചു കൊണ്ടുവന്നത് ബാർണബാസാണ്. അങ്ങനെ മറ്റുള്ളവരെ നമുക്ക് സുവിശേഷ വേലയിൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കും. ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ചിലരെയെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ യാക്കോബിൻ്റെ ലേഖനം 5:20 പറയുന്നു, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ അവൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. പാപിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ സാധിക്കും. അത് നമ്മൾ ചെയ്യണം. 10-ാം വാക്യം വരെ ആണ് നമ്മൾ പഠിച്ചത്. ഇനി 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചില അന്തിമ നിർദ്ദേശങ്ങളൊക്കെ നൽകി പൗലോസ് ഈ ഗലാത്യ ലേഖനം അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ അതിനെ ഒപ്പിട്ട്, ഞാൻ തന്നെ ഒപ്പിട്ട് ഇത് അവസാനിപ്പിക്കുന്നു എന്നൊരു വാക്കുണ്ട്. അപ്പോൾ പൗലോസാണ് അതിൻ്റെ ലേഖനകർത്താവ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. യേശുവിൻ്റെ കുരിശിൽ അല്ലാതെ മറ്റൊന്നിലും പൗലോസ് പ്രശംസിക്കുന്നില്ല എന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ നയം. ക്രിസ്ത്യ വിശ്വാസികളെ സംബന്ധിച്ച് പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രഖ്യാപനം വാക്യം 15 അതിങ്ങനെയാണ്: പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ അല്ല, അതിലൊന്നും കാര്യമില്ല. പുതിയ സൃഷ്ടി ആകുക
എന്നതാണ് പരമപ്രധാനം. ഇതെൻ്റെ അടിസ്ഥാനപരമായ പ്രധാന വാക്യമായിട്ട് നമുക്ക് എടുക്കാം. ഗലാത്യ ലേഖനത്തിൽ പുതിയ സൃഷ്ടി ആകുക എന്നതാണ് പരമപ്രധാനം. നമ്മളൊരു പുതിയ സൃഷ്ടി ആകണം. യേശു കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പുതുജീവൻ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് പുതുജീവൻ നൽകപ്പെടുന്നു. അതാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ അതിൽ കൂടിയാണ് നമുക്ക് ഈ പുതിയ സൃഷ്ടിയാകാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ടവൻ ഒരു പുതിയ സൃഷ്ടി ആകുന്നു. 6:16 ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്നൊരു പ്രയോഗമുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസികളെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് 3:29 അവരെ അബ്രാഹത്തിൻ്റെ സന്തതികൾ എന്ന് പൗലോസ് വിളിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10:18 ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവർ എന്ന് പൗലോസ് പറയുന്നു. അപ്പം വിജാതിയരെ കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയാൻ സാധിക്കും. മറ്റവരെ ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരാ എന്ന് അർത്ഥം. 6:17 ഒരു പ്രത്യേക വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം കാണുന്നു എന്നുള്ളൊരു പ്രയോഗമാണ്. എന്താണ് ഈ ചൂടടയാളം എന്നോടൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈജിപ്തിൽ ഹെർക്കുലീസിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ഹെറഡോട്ടസിൻ്റെ വിവരണം അനുസരിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഒരടിമ ഈ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചാൽ വിശുദ്ധ ചൂടടയാളം എന്ന പേരുള്ള ഒരു ബ്രാൻഡ് നെയ്യും അവൻ്റെ ഒരു മുദ്ര ആ അടിമയുടെ പുറത്ത് കുത്തും. വിശുദ്ധ ചൂടടയാളം എന്നാണ് പറയുന്നത്. ഈ അടയാളമുള്ള ഒരു അടിമ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ ഉടമസ്ഥൻ അന്വേഷിച്ച് വന്നാൽ പോലും ആ ഉടമസ്ഥന് ഇവൻ്റെ മേൽ പിന്നെ അധികാരമില്ല, കൊണ്ടുപോകാനൊക്കത്തില്ല, അവനെ ഉപദ്രവിക്കാൻ ഒക്കത്തില്ല. പൗലോസ് ഇവിടെ ചൂടടയാളം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം ധരിച്ചിരിക്കുക. ഞാൻ ആരുടെയാണ്? ക്രിസ്തുവിൻ്റേതാണ്. ഈ അടയാളം ഇട്ടിരിക്കുന്നത് ഇന്നാരുടെയാണെന്ന് കാണിക്കാനാണ്. ക്ഷേത്രത്തിൽ ചെന്നാൽ അതിൻ്റെ അടയാളം ആ ക്ഷേത്രത്തിൻ്റെ വകയാണ്, ഇനി വേറെ ആർക്കും അവകാശമില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളമാണ് ധരിച്ചിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നർത്ഥം. മറ്റാർക്കും തന്നിൽ അവകാശമില്ലെന്നാണ് അത് കാണിക്കുന്നത്. മറ്റുള്ളവർ പരിച്ഛേദനമെന്ന അടയാളത്തിൽ പ്രശംസിക്കുന്നു. യഹൂദന്മാർ അതാണല്ലോ അടയാളമായിട്ട് വെച്ചിരിക്കുന്നത്, പരിച്ഛേദന കർമ്മം. അല്ല, ഇവിടെ എൻ്റെ ചൂടടയാളം ക്രിസ്തുവിൻ്റെ ചൂടടയാളം. പരിച്ഛേദന കർമ്മവും ഒന്നും അല്ല പ്രധാന സംഗതി. യേശു ആകുന്ന ആ അടയാളം ഞാൻ ധരിച്ചിരിക്കുന്നു. പൗലോസ് ലേഖനം അവസാനിപ്പിക്കുന്നു. ഗലാത്യരെ സഹോദരങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. കൃപ ആശംസിക്കുന്നു. ഗലാത്യർ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്, ധ്യാനിച്ചത്. പരഗുണകാംക്ഷ ഉണ്ടായിരിക്കണം നാം മനസ്സിലാക്കി. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ജഡമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിച്ചു. നിത്യജീവൻ എങ്ങനെ നിലനിർത്താം എന്ന് നാം പഠിച്ചു. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് എന്ന് നാം മനസ്സിലാക്കി. അതിനെല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കും. ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് ഗലാത്യ ലേഖനം അറിയുന്നത്. അപ്പോൾ ഗലാത്യ ലേഖനം ആഴമായിട്ട് നമ്മൾ പഠിക്കണം. എല്ലാം വിശദീകരിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് ഈ ഗലാത്യ ലേഖനം വിശേഷിപ്പിക്കപ്പെടുന്നത്. പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനമായ കാര്യം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടിയാകാൻ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ഗലാത്യ ലേഖനം നമ്മളെ കൊണ്ട് അവസാനിക്കുന്നു. കൂടുതൽ പിന്നീട് നമുക്ക് സമയമുള്ളതുപോലൊക്കെ അതിൻ്റെ അനുസരിച്ച് നമുക്ക് പിന്നീടൊക്കെ ചിന്തിക്കാം. ഇനി നമ്മൾ 122-ാം എപ്പിസോഡ് അടുത്ത പ്രാവശ്യം ആഴ്ചയിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് എഫേസസ് ലേഖനം ആരംഭിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാം. ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളിവിടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകാൻ അനുഗ്രഹിക്കട്ടെ.
യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ ഓരോരുത്തരുടെയും മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.